2026 ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷനിൽ വയനാട് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, നോഡൽ ഓഫീസർമാർ തൊട്ട് സെക്ടർ ഓഫീസർമാർ എന്നിവരടങ്ങുന്ന വലിയൊരു ടീമിൻ്റെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ നമ്മളെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വയനാട് ജില്ലയിൽ 17 മാനന്തവാടി, 18 സുൽത്താൻ ബത്തേരി, 19 കൽപ്പറ്റ 3 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. നമുക്ക് കഴിഞ്ഞ വർഷം വരെ 576 ബൂത്താണ് 3 മണ്ഡലങ്ങളുണ്ടായിരുന്നത്. SIR-നോടനുബന്ധിച്ച് നടത്തിയ റാഷണലൈസേഷൻ മൂലം അത് 715 ബൂത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആ 715 ബൂത്തിനുള്ള വോട്ടർ പട്ടികയുടെ SIR-നുള്ള പുതുക്കൽ നടത്തിയിട്ട് SIR ഫൈനൽ റോള് ഫെബ്രുവരി 23 പബ്ലിഷ് ചെയ്തിരുന്നു. അതിനുശേഷവും ഫോം 6-ലും 8-ലും 7-ലും ഒക്കെയുള്ള ഫോംസ് ഇത് ചെയ്തിട്ട് നമുക്ക് മാർച്ച് 23 വെച്ചിട്ട് അതിൻ്റെ ഫൈനൽ റോള് അഡീഷൻസും ഡിലീഷൻസും ഒക്കെ കൂട്ടിയുള്ള ഫൈനൽ റോള് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജനുവരി 1 മുതൽ 15 വരെയാണ് നമ്മൾ FLC നടത്തിയിരുന്നത്. അത് സുൽത്താൻ ബത്തേരിയിലുള്ള EVM ഗോഡൗണിൽ വെച്ചാണ് നടത്തിയിരുന്നത്. അത് 715 ബൂത്തിൻ്റെ 25% കൂടുതൽ BUം CUം 35% കൂടുതൽ VVPATുമാണ് നമ്മൾ FLC നടത്തിയത്. FLC ഓക്കെ ആക്കിയ മെഷീനുകൾ, അതിൽ നിന്ന് നമ്മൾ ട്രെയിനിങ്ങിനുള്ള മെഷീൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മെഷീൻ ഫസ്റ്റ് റാൻഡമൈസേഷൻ നടത്തി നമ്മൾ അതാത് ROമാർക്ക് കൊടുക്കുകയും 20-ാം തീയതി ROമാർ ആ മെഷീനുകൾ ഫസ്റ്റ് റാൻഡമൈസേഷൻ അനുസരിച്ചുള്ള മെഷീനുകൾ അവരുടെ ഗോഡൗണിലേക്ക്, അവരുടെ സ്ട്രോങ് റൂമുകളിലേക്ക് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റാൻഡമൈസേഷൻ ഇന്നാണ് നടന്നത്. അത് ഓരോ ബൂത്തിലേക്കും പോകുന്ന മെഷീനുകളുടെ എണ്ണമാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ ട്രെയിനിങ് 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. 1ാം ഘട്ടം പൂർത്തീകരിച്ചു, 29-ാം തീയതി പൂർത്തീകരിച്ചു. ഇന്നലെ സെക്കൻഡ് റാൻഡമൈസേഷനായിരുന്നു ജീവനക്കാരുടെ. അത് വെച്ചിട്ട് മിനിഞ്ഞാന്ന് അത് വെച്ചിട്ട് ഇന്ന് മാനന്തവാടിയിൽ 2ാം ഘട്ട ട്രെയിനിങ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ 2ാം ഘട്ടം കൽപ്പറ്റയിൽ നടക്കുന്നത് നാളെയാണ്. 2-ാം തീയതിയാണ് ബത്തേരിയിൽ റാൻഡമൈസേഷൻ ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ് 2ാം ഘട്ടം നടക്കുന്നത്. അതോടെ ട്രെയിനിങ് നമ്മുടെ 2ാം ഘട്ടം പൂർത്തീകരിക്കും. 3-ാം തീയതി ഈ ട്രെയിനിങ്ങിന് ഉപയോഗിച്ച മെഷീനുകൾ FLC നടത്തുകയും അതിൽ നിന്ന് 1% കൂടി ഓരോ ROമാർക്കും റിസർവിലേക്ക് മാറ്റുകയും ചെയ്യും. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് നടന്നു പോകുന്നത്. വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 6,30,000 കൂടുതൽ വോട്ടർമാരാണ് നമുക്കുള്ളത്. അത് മുഴുവൻ നമ്മൾ നൽകിയിട്ടുണ്ട്. BLOമാർക്ക് നൽകിയിട്ടുണ്ട്. അവർ 4-ാം തീയതിക്കുള്ളിൽ അത് വിതരണം ചെയ്ത് തീർക്കും. ഹോം വോട്ടിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 4,500 വോട്ടാണ് നമുക്കുള്ളത് ഹോം വോട്ടിങ്ങിനുള്ളത്. അതിൽ 30% ഇന്നലെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് 3-ാം തീയതിക്കകം പൂർത്തീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ തൃപ്തികരമാണ്. നമുക്ക് 3 ഒബ്സർവർമാർ, ഒരു ജനറൽ ഒബ്സർവർ, ഒരു പോലീസ് ഒബ്സർവർ, ഒരു എക്സ്പെൻഡിച്ചർ ഒബ്സർവർ എന്നിവ വന്നിട്ടുണ്ട്. ആവശ്യമായ നോഡൽ ഓഫീസർമാരെ എല്ലാ കാര്യങ്ങൾക്കും നിയമിച്ചിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നു. മാനന്തവാടിയുടെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടർ കൂടിയായ മാനന്തവാടി RDO ആണ്. ബത്തേരിയുടെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് LA ഡെപ്യൂട്ടി കളക്ടർ വയനാടാണ്. കൽപ്പറ്റയുടെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് LR ഡെപ്യൂട്ടി കളക്ടറാണ്. അവരുടെ ടീമിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. 9-ാം തീയതി നമ്മൾ വളരെ നല്ല രീതിയിലുള്ള മികച്ച ഇലക്ഷൻ നടത്തുവാനായിട്ടാണ് നമ്മൾ പ്ലാനിടുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ജില്ലയിൽ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് പ്രാഥമികമായി പറയാനുള്ളത്.